ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇക്കാൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞങ്ങൾ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ദുബായ് കനാൽ കാണാൻ പോയി. അപ്പോൾ കനാൽ കാണാൻ പോയി ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. കുറേ നടക്കാനുണ്ട്, നല്ല രസമായിരുന്നു. മക്കളുണ്ട്, മക്കൾക്കൊക്കെ നല്ല ഓടി കളിക്കാനും എല്ലാവർക്കും പറ്റിയൊരു സ്ഥലം. ഒരുപാട് അങ്ങനെ ആ പാലത്തിൻ്റെ മേലെ കൂടെ ഒക്കെ കുറേ നടന്നു, അവിടെയൊക്കെ കണ്ടു, ആസ്വദിച്ചു പോന്നു. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ഒരുപാട് നടക്കാനുണ്ട്, എന്നാലും നടന്ന് കാണാം, നല്ല എൻജോയ് ചെയ്യാം. അങ്ങനെ രാത്രിയായി. 11 മണിക്ക് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുപോയിന്ന് അജ്മി പുട്ടുപൊടിയാണ്, 5 കിലോൻ്റെ പൊടി കൊണ്ടുപോയിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഞാൻ നെയ്പ്പത്തിലും ബീഫും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ബീഫ് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിരുന്നു. ബീഫും കപ്പയും ഉണ്ടാക്കി കഴിച്ചു. അതിൻ്റെ ബാക്കി കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടിയിട്ട് നല്ല തിളച്ച വെള്ളം പാർന്ന് അത് കുഴച്ചതിന് ശേഷം തേങ്ങയും ചെറിയ ഉള്ളിയും വലിയ ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തു. അപ്പം ഒന്നിച്ച് കുഴച്ചു, നല്ല കുഴച്ച് സോഫ്റ്റാക്കി. അതിന് ശേഷം നല്ല ഓയിൽ വെച്ച് നല്ല ചൂടായതിന് ശേഷം കുറച്ച് കട്ടിയിലായിട്ട് പത്തിരി പരത്തി ഭൂരി പോലെ പൊരിച്ചെടുത്തു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നെയ്പ്പത്തിലും ബീഫും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല പുട്ടുപൊടി ഉണ്ടെങ്കിൽ, തരിയുള്ള പുട്ടുപൊടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാം. ഓക്കെ.